ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ OT7 മുംബൈസ് ബിസിനസ്മാൻ റിച്ച് ബോയ്സ് ആണ്. അത് മാത്രമല്ല അവർക്ക് സ്വന്തം കോളേജ് ഉണ്ട്. അതെ, കോളേജ് അവർ റൺ ചെയ്യുക. അവർ 7 പേരും ഭയങ്കര ഫേമസ് ബോയ്സ് ആണ്. അവർ എല്ലാത്തിലും നല്ല ടാലൻറ്റ്. അത് മാത്രമല്ല അവർ 7 പേര് ബിസിനസ്മാൻ മാത്രമല്ല പ്രൊഫസറാണ്. നമുക്ക് ഓരോ നാൾ എൻട്രി നമ്മുടെ ഹീറോയിൻ എൻട്രി നോക്കുക. ഹീറോയിൻ നോർമൽ ഗേൾ, ഇന്ത്യൻ ഗേൾ. OT7 ബോയ്സ് കൊറിയൻ ബോയ്സ് ആണ്. അതെ, നമുക്ക് ഹീറോയ്ക്ക് അവർ എന്ത് ബിസിനസ് എന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ എങ്ങനെയാണ് ബിസിനസ് മാൻ എന്ന് നമുക്ക് നോക്കാം. അതെ, OT7 ഇന്ത്യയിലെ ഒരു കോളേജ് മെങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫ്ലാറ്റ് അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 പേർ വന്ന് ഇന്ത്യയിൽ നിന്ന് സെറ്റിലായിരുന്നു. പ്ലാനായിരുന്നു 7 പേർക്ക്. അതുകൊണ്ട് അവർ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജിനു പറയാൻ തുടങ്ങി, ശരിടാ, നമ്മൾ ഇന്ത്യക്ക് പോകുന്നത് ശരിയാണ്, അപ്പം ബിസിനസ് ഇവിടുത്തെ കമ്പനി ആറ് റൺ ചെയ്യുക എന്ന് ആ 7 പേർ പറയാൻ തുടങ്ങിയായിരുന്നു. ആ, കമ്പനി റൺ ചെയ്യാനാ, ഇവിടെ ഒരാളുണ്ടല്ലേ അത് റൺ ചെയ്യും എന്ന് പറയായിരുന്നു. അത് കേട്ട് ഒരാൾ ഷോക്കായിരുന്നു. ആ, എന്താ എൻ്റെ തലയിലിടാൻ പോവാ എന്ന് പറയായിരുന്നു. അപ്പോൾ ജിന്നു പറയാൻ തുടങ്ങി, നിനക്കെന്താടാ പ്രശ്നം, നീ കമ്പനി നോക്കിക്കോ എന്ന് പറയായിരുന്നു. അപ്പോൾ ജിന്നിക്ക് പറഞ്ഞു കേട്ട് മുറിക്കായിരുന്നു. അത് ഫ്ലിക്സ് ആയിരുന്നു. ഫ്ലിക്സ് മുറിക്കായിരുന്നു. എൻ്റെ തലയിലിട്ടിട്ട് വെച്ച് പോയാൽ ഞാൻ എന്ത് ചെയ്യാം? ഫ്ലിക്സ് പറഞ്ഞ അവർ OT7 ഫ്രണ്ട്സാണ്. OT7 7 ബോയ്സ് ആണ്, ട്വിൻസ് ആണ് എല്ലാവരും. അതുപോലെ തന്നെ ഫ്ലിക്സ് പറഞ്ഞ അവർക്ക് ഒരു ഫ്രണ്ട് മാതിരി. അത് മാത്രമല്ല ഫ്ലിക്സ് ഡാഡി മമ്മി പറഞ്ഞ OT7 മമ്മി ഫ്രണ്ടാണ്. മമ്മി അവരുടെ ഫാമിലി ഫ്രണ്ട്സാണ് OT7. ഫ്ലിക്സ് അവരുടെ കൂടെ ഒട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശരിടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത്. 7 പേര് ഹാപ്പി ആയിട്ട് ഇന്ത്യയൊക്കെ വന്നു. അതെ, ഇന്ത്യയിൽ കുറച്ച് നാളായി. നമുക്ക് ഹീറോയിനെ നോക്കാം. ഏയ്, ഇനി അരറന്നക്ക് ഡാൻസ് പാട്ട് ഡാൻസ് കളിക്കായിരുന്നു. ഈ ഡാൻസ് പാട്ടൊക്കെ ഹീറോയിൻ്റെ മമ്മിക്ക് ടെൻഷന്. കിച്ചണിൽ ഇങ്ങനെയായിട്ട് അതെ ജിലേബി കഴിച്ചിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് ടെൻഷനായി. എടീ എന്ന് പറയായിരുന്നു, ഒച്ചുണ്ടാക്കിയായിരുന്നു. അല്ല, പാവ ഹീറോയിൻ ഡാഡി പാവ അവിടെ ജ്യൂസ് കുടിക്കായിരുന്നു. ജ്യൂസ് കുടിക്കാൻ പോകുമ്പോൾ ഈ മറി അതിലൊരു ജ്യൂസ് കുടിക്കാൻ വിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പം അത് ഗ്രാൻഡ്മ പറയായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഗ്രാൻഡ്മ പറയായിരുന്നു, പാട്ടി അജി പറയായിരുന്നു, എന്താ ഇവിടെ നടക്കുന്നത്, നിൻ്റെ മോക്ക് എന്ത് പറ്റി എന്ന് പറയുന്നു. അമ്മ പറഞ്ഞു കേൾക്ക്, ഇവൾക്ക് ടെൻഷൻ വരാ. അമ്മനെ നോക്കി പാവമായിട്ട് നോക്കുന്നുണ്ട്. നിൻ്റെ വൈഫ് വെച്ചടാ നിൻ്റെ ഭാര്യത്തെ, പറയുന്ന ഇവൾ അനുസരിക്കടാ അമ്മയമ്മ എന്ന് പറയായിരുന്നു. ഹീറോയിൻ അമ്മ പറയായിരുന്നു, അമ്മ നിങ്ങൾ മിണ്ടാതിരി, എൻ്റെ മകൾ എന്ത് ചെയ്ത് ഞാൻ പോയിട്ട് നോക്കാം. അങ്ങനെ പാട്ട് പാട്ട് ഡാൻസ് കളിക്കുക ഹീറോയിൻ്റെ അമ്മ വന്ന് തല ഉരുട്ടി വെച്ച്, അമ്മ എന്നിനമ്മ തല്ല് നിന്ന് മാറി അത് വന്ന് കിച്ചണിൽ എൽച്ചേ, നിനക്ക് നാളെ കോളേജ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ടാകുന്നതാ. മാറി അതെൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ പടി, നിന്നെ കല്യാണം കഴിച്ച് നിന്നെ നാളെ അല്ലേ നിന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതല്ല. എന്തമ്മ നാളെ കല്യാണം എനിക്ക്? എടി മണ്ടി, നിന്നെ കല്യാണം കഴിച്ച് കൊടുക്കണ്ടേ ഹസ്ബൻഡ്? അമ്മ ഗ്രാൻഡ്മ പറയായിരുന്നു, ഇവൾക്ക് ഒരു ഹസ്ബൻഡ് വെച്ചാൽ കഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10-15 മാപ്പിളൊന്ന് കെട്ടിച്ച് കൊടുത്താൽ എല്ലാം ഓടിപ്പോവും. ഇവൾക്ക് ഓരോ ഹസ്ബൻഡിൽ ഇങ്ങനെ മേയ്ക്കാൻ കല, നിറയെ ഹസ്ബൻഡ് വേണം എന്നാ ഗ്രാൻഡ്മ വായിട്ട് ചെന്ന്. ഇത് കേട്ട് അമ്മക്ക് ടെൻഷനായിരുന്നു. അമ്മ എന്ന് അമ്മ ഇങ്ങനെ പറയണേ? ഇവളെ ഒരുത്തക്ക് തല്ല് സഹിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഹീറോയിൻ്റെ മുത്തശ്ശി വഴക്ക് പറയായിരുന്നു ഹീറോയ്ക്ക്. ഹീറോയി പറഞ്ഞ, മോം ഗ്രാൻഡ്മ, ഞാൻ കല്യാണം കേൾക്കാൻ പോവാം. എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ 7. എനിക്ക് 7 ഹസ്ബൻഡ് വന്നാൽ ഞാൻ കല്യാണം കഴിച്ച് നല്ല സുന്ദരന്മാരെ കല്യാണം കഴിച്ച് എനിക്ക് കാട്ടിത്തരാ പട്ടിക്കിളവി എന്ന് പറയുന്നത്. കിളവിക്ക് ടെൻഷനായിരുന്നു. എന്താ നീ പറയണേ? 7 പേരെ കല്യാണം, അതായത് 7 പേര് കല്യാണം ആയിക്കോന്ന് പറയണ? ആരെ പാട്ടി കളത്തി, നിനക്ക് ഒരാളല്ലേ, എനിക്ക് 7 ഹസ്ബൻഡ്. ഞാൻ പ്ലാൻ ഇട്ടു. ശരി, 7 ആൻസർ ബോയ്സിനെ കറക്റ്റ് കല്യാണം കഴിച്ച് കാട്ടിത്തരാം കിളവി, ജലസായിട്ട് ചാവട പോ എന്ന് ഹീറോ വഴക്ക് പറയാം. ഇത് കേട്ട് അച്ഛന് പാവ അവിടെ ജ്യൂസ് കുടിക്കായിരുന്നു. തൊണ്ട കെട്ടി തലക്ക് എന്തെത്തി എന്താ ഇവള് പറയുന്നത്? മൂക്കുള്ള ജ്യൂസ് വന്ന് നെട്ടിപ്പോയായിരുന്നു ഹീറോയുടെ അച്ഛ നിങ്ങൾ എനിക്ക് 7 പേര് കല്യാണം കഴിച്ച് തരാ എൻ്റെ അച്ഛന് റിയാക്ഷനായിരുന്നു. അമ്മക്ക് ഷാക്ക്. ഇവളെന്ത്
ഇവൾ പന്ത് പിടിച്ച അമ്മയൊക്കെ ഷോക്കായിരുന്നു. ഒരുപോലെ ഇവളെ പന്ത് പിടിച്ച അതേമാതിരി ചെയ്യുമല്ലോ. അയ്യോ എന്ത് ചെയ്യാ അമ്മയ്ക്ക് ടെൻഷനായിരുന്നു. ഈ കിളവി ബായിട്ട് മുണ്ടാതിരിക്കാനല്ലേ ഈ കിളവി കാട്ടിത്താടി എന്ന് പാട്ടി പറഞ്ഞ് കിളവി പറഞ്ഞു. ഇനി മേലെ നീ എന്ത് പറഞ്ഞു ഞാൻ അനുസരിക്കാം എന്ന് കിളവി പറഞ്ഞു. ശരി കിളവി ഞാൻ കാട്ടിത്തരാ എന്ന് കിളവിനോട് പറഞ്ഞ കോളേജിൽ പോകുന്ന അവിടെ കോളേജിലെ ആൻസർ ബോയ് 7 ബോയ് ഫ്രണ്ടിനെ കല്യാണം കഴിച്ച് കറച്ചിട്ട് കാട്ടിത്തരാം എന്ന് വിട്ടിട്ട് ഗ്രാൻഡ് പറയായിരുന്നു. ശരി നീ എന്ത് പറഞ്ഞാൽ ഞാൻ മിണ്ടിയില്ല എന്ന് ഗ്രാൻഡ് പറഞ്ഞു. ഞാൻ തിന്നുന്ന ജിലേബിയൊന്നും കഴിക്കില്ല എന്ന് ഗ്രാൻഡ് പറയായിരുന്നു. സ്വീറ്റ് ഗ്രാൻഡ് കഴിക്കും. അതിന് ഡോക്ടർ കഴിക്കാണ്ട് പറഞ്ഞ് ഗ്രാൻഡ് കട്ടി കഴിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കണം എന്ന് ഡീലിട്ടായിരുന്നു. അയ്യോ ഫ്രണ്ടിനോട് പറയായിരുന്നു. ഫ്രണ്ട് പോയൊക്കെ പറയായിരുന്നു. എടി മച്ചി നിനക്ക് എൻ്റെ ക്ലൂസ് അടി നമ്മ കോളേജിൽ പോവാ. സ്കൂളിൽ എന്നാലും എങ്ങനെ കിളമറല്ല വരിക. കോളേജ് പോയി ആൻസർ പ്രൊപ്പോസർ എങ്ങനെ വരൂ എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. അനു പറയായിരുന്നു. മച്ചി പറഞ്ഞു കേക്കടി എങ്ങനെ സെറ്റാവില്ല. അത് പൂജം പറയുന്നു. അതെടി പറഞ്ഞു കേക്കടി അത് സോറി എന്ന് പോയി ഗ്രാൻഡോട് പറയും. ഇല്ലടി കൺഫേം എനിക്ക് കറച്ച് ചെയ്യണോ എങ്ങനെ കറച്ച് ചെയ്ത് ഞാൻ കരയെടുക്കും. എടി ഒരാളെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നം ഇവിടെ. നീ പറഞ്ഞ 7 പേർക്ക് ഞാൻ എന്ത് പോവാ എവിടേക്കാടി പോവാ. അത് ശരിയാ ഇപ്പം എന്ത് ചെയ്യുക എന്ന് ഹീറോയിൻ മീഡ് പാവമായി മാറി. ഇതൊക്കെ ഞാൻ ഇപ്പം എന്ത് ചെയ്യാമെന്ന് ഹീറോയിൻ്റെ മീഡ് ചേഞ്ച് ആയിരുന്നു. ശരി ഓക്കെ ഈ ഗ്രാൻഡ് പറയുന്നത് കേട്ട് ശരി നോക്കാം എങ്ങനെ പോവാ എന്ന് പറയാം. ഒരുവേള ആക്ടിങ് ഒന്ന് ചെയ്ത് നോക്കാം. അതൊന്നും ശരിയില്ലാടി. ശരിയെന്ന് ഹീറോയിൻ കണ്ട് കഥ അങ്ങനെ കോളേജൊക്കെ പോകുന്ന ടൈമായിരുന്നു. ഹീറോയിന് അയ്യോ റെഡിയായി ലേറ്റായി അയ്യോ എന്ന് പറഞ്ഞ ഹീറോയിൻ റെഡി കുളിച്ച് ബ്രഷ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നു. മച്ചി പോവാ എന്ന് പറയുന്നു. എന്തടി സ്കൂട്ടറിൽ വന്നതാ? അതെ സ്കൂട്ടറിൽ വന്നതാ. രണ്ട് പേർക്ക് സ്കൂട്ടറുണ്ട്. നമ്മളെ ഹീറോയ്ക്ക് പിങ്ക്, നമ്മളെ പൂജക്കും അനുക്കും പറഞ്ഞ ഹീറോയിന് പിങ്ക് കളറായ അവൾ റെഡ് കളറും ബ്ലാക്ക് കളറും അങ്ങനെ. പൂജൻ്റെ റെഡ് കളറും അനുവിൻ്റെ ബ്ലാക്ക് കളർ അങ്ങനെ സ്കൂട്ടറിലെടുത്തോണ്ട് കോളേജിലേക്ക് പോയി. കോളേജിൽ ഒരു വാച്ച്മാൻ ഹായ് കുട്ടികളെ അകത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്കിൾ ഞാൻ ചോക്ലേറ്റ് എന്ന് കൊടുക്കായിരുന്നു. അങ്കിൾ പറഞ്ഞ ശരിയമ്മ